അപ്പൊ എനിക്ക് ഈ വചനം എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ എഴുതി നിർത്തിയത് വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ബൈബിൾ എഴുതുമ്പോൾ ഒക്കെ പറയുന്നത് എന്നെ പാസ്സാക്കണ ആഗ്രഹം കൊണ്ടാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ ഞാൻ ആദ്യം എക്സാം ഫെയിൽ ആവായിരുന്നു ചെയ്തത്. ഇത് ഞാൻ എഴുതുന്നില്ല, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ഫോൺ ഓഫ് ആയിരിക്കും. പക്ഷെ എഴുതി തുടങ്ങി എൻ്റെ ഫോണിൽ ഫുൾ മെസ്സേജും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. അപ്പോൾ അവൾ ജർമ്മൻ ഭാഷയിൽ ബൈബിൾ എഴുതുകയെന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു നിനക്ക് ജയിക്കണം എന്നുണ്ടോ പോകണമെന്നുണ്ടോ എഴുതിക്കോ. അപ്പോൾ അത് ഈശോടെ ഇടപെടുമെന്ന് പറഞ്ഞു. വിശുദ്ധ കുർബാനയില്ലാതെ ഒരു ദിവസം തുടങ്ങില്ല അവിടെ. അപ്പച്ചനും മക്കളെല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് വരും. ഒരു ദിവസം അങ്ങനെ കുർബാനയ്ക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കൊടുക്കില്ല, ഭക്ഷണം നിനക്കില്ല എന്ന് പറയും. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എഴുതിയ ബൈബിളിന്റെ ശക്തിയാലാണ്, അല്ലാതെ എൻ്റെ കൈ കൊണ്ട് എനിക്കതൊരിക്കലും പറ്റില്ല എന്ന് ഞാൻ ആദ്യത്തെ എക്സാം ഫെയിൽ ആയപ്പോൾ മനസ്സിലായതായിരുന്നു. യേശു മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമാണ് എന്ന തിരുവചനത്തെ ഏറ്റെടുത്തുകൊണ്ട് ഇന്ന് കേരള കത്തോലിക്ക സഭയ്ക്ക് തന്നെ മാതൃകയായിട്ടുള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് എന്ന് എൻ്റെ മുമ്പിലായിരിക്കുക. തൻ്റെ വിദേശ ഭാഷാ പഠന സമയത്ത് വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമം മുഴുവൻ സ്വന്തം കൈകളാൽ എഴുതി ഇന്ന് നമ്മുടെ കത്തോലിക്ക സഭയ്ക്ക് മാതൃകയായ കൊച്ചുമിടുക്കി. നമ്മോട് കൂടി ആയിരിക്കുക മുക്കാട്ടുകര സ്വദേശി അന്ന മെറിൻ ബാബു. സ്തുതിയായിരിക്കട്ടെ അന്ന. ഗുഡ്നസ് ടിവിയുടെ ഈ പ്രോഗ്രാമിലേക്ക് അന്നയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. യുവത്വത്തിന് തന്നെ മാതൃകയാണ്. ബൈബിൾ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. ഈ കൊച്ചു പ്രായത്തിൽ തന്നെ മലയാളത്തിനപ്പുറത്ത്, മലയാള ഭാഷയ്ക്ക് അപ്പുറത്ത് തന്നെ ജർമ്മനിയിലാണ് ഇന്ന് അന്ന ബൈബിൾ എഴുതിയിരിക്കുന്നത്. എന്താണ് ബൈബിൾ എഴുതാനുണ്ടായിട്ടുള്ള പ്രചോദനം? അമ്മ ഇതിൻ്റെ ഓൾറെഡി മലയാളം വേർഷൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മയ്ക്ക് മലയാള ഭാഷ നന്നായി അറിയാവുന്നതിന് അമ്മ മലയാളം എഴുതി. അപ്പോൾ ഞാൻ ആ സമയത്ത് ജർമ്മൻ പഠിക്കാൻ ചേർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പുതിയ ഭാഷ പഠിക്കുമ്പോൾ ആ ഭാഷയിൽ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയാൽ കൊള്ളാമെന്ന് തോന്നിയിട്ടായിരുന്നു ഞാൻ ബൈബിൾ എഴുതിയത്. അമ്മേനെ കണ്ടിട്ടായിരുന്നു ഞാൻ ബൈബിളിലോട്ട് എഴുതാൻ സ്റ്റാർട്ട് ചെയ്തത്. പിന്നെ എനിക്ക് ഇത് ബൈബിൾ എഴുതാനായിട്ട് ഞാൻ ആദ്യം എനിക്കറിയാവുന്ന ഒരു അച്ഛൻ എനിക്ക് വാട്സപ്പ് വഴി ആപ്പ് അയച്ചു തന്നിട്ട് അതുവഴിയായിരുന്നു ഞാൻ എഴുതിയിരുന്നത്. പിന്നെ ഞാൻ ജർമ്മൻ പഠിക്കാൻ ചെന്ന ഇൻസ്റ്റിറ്റ്യൂഷനിലത്തെ ഡയറക്ടർ എനിക്ക് അവിടുത്തെ ബൈബിൾ തന്നു, ജർമ്മൻ ബൈബിൾ തന്നു. എന്നിട്ട് അത് നോക്കിയിട്ടായിരുന്നു ഞാൻ കുറച്ചൊക്കെ എഴുതിയിരുന്നത്. പിന്നെ ആ സമയത്ത് എനിക്ക് അത്രയ്ക്ക് എഴുതാൻ പറ്റില്ലായിരുന്നു, കാരണം എനിക്ക് ക്ലാസ്സും എല്ലാം കൂടി മെയിൻറ്റെയിൻ ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. എനിക്ക് ക്ലാസ് ഉണ്ട്, അത് ഞാൻ സ്റ്റഡി അവർ ഉണ്ട്, പിന്നെ നൈറ്റ് പ്രേയേഴ്സൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ബൈബിൾ എഴുതാൻ എനിക്ക് മാക്സിമം 1 hour കിട്ടിയിരുന്നുള്ളൂ. പക്ഷെ അത് കഴിഞ്ഞ് ഞാൻ കോഴ്സ് കഴിയണ ആ ഒരു സമയം ഫെബ്രുവരിയോട് കൂടിയാണ് ഞാൻ കൂടുതലായിട്ട് ബൈബിൾ എഴുതാൻ തുടങ്ങിയത്. എൻ്റെ കോഴ്സ് കഴിഞ്ഞ് ഞാൻ വീട്ടിൽ വന്ന സമയത്ത് എനിക്ക് വേറൊന്നും പ്രത്യേകിച്ച് ഒന്നും ചെയ്തിരുന്നില്ല. അപ്പോൾ ആ സമയത്ത് ഞാൻ ബൈബിൾ കുറച്ചുകൂടി ദിവസം ഒരു 3 to 4 hours സ്പെൻഡ് ചെയ്ത് ഞാൻ ബൈബിൾ എഴുതാൻ തുടങ്ങി. പിന്നെ ഇത് എഴുതി തുടങ്ങുമ്പം ഇച്ചിരി മടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നെ അത് ഞാൻ പഠിക്കുന്ന ഭാഷ ആയതുകൊണ്ട് എനിക്ക് മനസ്സിലാവാൻ തുടങ്ങി ഞാൻ എന്തൊക്കെ എഴുതണേന്ന്. ആദ്യം എഴുതുമ്പോൾ എനിക്കൊന്നും മനസ്സിലാവില്ലായിരുന്നു ഞാൻ എന്താ എഴുതണേന്ന്. പിന്നെ നമുക്ക് കുറേയൊക്കെ മലയാളം വായിച്ച് നമുക്കൊരു ഐഡിയ ഉണ്ടാവും, ഇത് കാണുമ്പോൾ ഇത് ഏതാ വചനം എന്നൊക്കെ ഏകദേശം ഒരു മൈൻഡിൽ നമ്മുടെ വരും. പിന്നെ പഠിച്ചു വന്നപ്പോൾ എനിക്കിത് ഭയങ്കരമായിട്ട് എൻ്റെ എക്സാംസിനൊക്കെ ഇത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ഞാൻ ഈ ബൈബിൾ എഴുതുമ്പോൾ. അപ്പം അങ്ങനെയാണ് ഞാൻ ഈ ബൈബിൾ എഴുതി കംപ്ലീറ്റ് ആക്കാൻ എനിക്ക് പറ്റിയത്. ഈ ബൈബിൾ എഴുതുന്ന യാത്രയിൽ നമ്മോടൊപ്പം ഉണ്ടായിരിക്കും കുറേ നമ്മുടെ കുടുംബം ഉണ്ടായിരിക്കും, നമ്മുടെ കൂട്ടുകാരുണ്ടായിരിക്കും. എങ്ങനെയായിരുന്നു അവരുടെയൊക്കെ ഒരു സപ്പോർട്ട്? അമ്മ തുടക്കം മുതലേ സപ്പോർട്ടായിരുന്നു. കാരണം അമ്മയാണ് എന്നോട് പറഞ്ഞത് നീ ഇതിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ. ഇപ്പോൾ പപ്പയാണെങ്കിലും ചേട്ടന്മാരാണെങ്കിലും അവരൊന്നും എന്നോട് എതിർത്തിട്ടില്ല. അപ്പം ഞാൻ ഇത് എഴുതാൻ വേണ്ടി കുറേ നേരം റൂമിൽ കയറി ഇരിക്കുമ്പോൾ അവരൊന്നും നീ അത് ചെയ്യേണ്ട, നീ അത് ചെയ്യുന്നില്ല, ഞാൻ ബൈബിൾ എഴുതാണെങ്കിൽ അവർ ബൈബിൾ എഴുതാൻ അനുവദിക്കും, വേറെ ഒന്നും എനിക്ക് തരില്ല, നീ ബൈബിൾ തന്നെ ഫോക്കസ് ചെയ്താൽ മതി എന്നായിരുന്നു. പിന്നെ ഞാൻ ഹോസ്റ്റലിലായിരുന്നു നിന്നേ. അപ്പം എൻ്റെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ ബൈബിൾ എഴുതാൻ ഞാൻ ഹോസ്റ്റലിൽ പുറത്തിരുന്നിട്ടായിരുന്നു എഴുതുക. കാരണം അകത്ത് എല്ലാ പിള്ളേരും ഉള്ളപ്പോൾ അവർക്ക് ഡിസ്റ്റർബൻസ് ആവണ്ടെന്ന് വെച്ചാൽ പുറത്തായിരിക്കും. പക്ഷെ ഞാൻ പുറത്ത് ബൈബിൾ എഴുതുമ്പോൾ അവരെന്നെ ഒന്ന് ശല്യപ്പെടുത്തോ, അല്ലെങ്കിൽ ആ സമയത്ത് അവർ ഫോൺ നോക്കുന്ന ടൈമായിരിക്കും. പക്ഷെ എൻ്റെ അടുത്തോട്ട് വരില്ല, അവർ റൂമിൽ തന്നെ ഇരിക്കും. അപ്പം ഞാൻ ബൈബിൾ എഴുതാൻ മറക്കുമ്പോൾ അവരെന്നെ പറയും എന്നെ നീ ബൈബിൾ എഴുതിയിട്ടില്ല കേട്ടോ എന്ന് എൻ്റെ അടുത്ത് വന്ന് പറയും. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് വലിയൊരു സപ്പോർട്ടീവ് ആയിരുന്നു. ഞാൻ ബൈബിൾ എഴുതി കഴിഞ്ഞിട്ടും അവരെന്നെ എപ്പോഴും കോൺടാക്ട് ചെയ്യും. എൻ്റെ ഇവിടുത്തെ ഫ്രണ്ട്സ് ആണെങ്കിലും ഞാൻ ഇപ്പോൾ ഇതൊക്കെ എഴുതുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരു പുറത്തോട്ടൊക്കെ വിളിക്കുമ്പോൾ ചിലപ്പോൾ ബൈബിൾ എഴുതായിരിക്കും ഞാൻ. പക്ഷെ ഇവരാണ് ഭയങ്കര സപ്പോർട്ടീവായിട്ട് നീ അത് എഴുതിക്കോ. ഇപ്പോൾ എഴുതി കഴിയുമ്പോഴാണെങ്കിലും അവർ വലിയൊരു സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എനിക്ക്.
സാധാരണ രീതിയിൽ നമ്മൾ കേട്ട് വരാറുള്ള ഒരു കാര്യമാണ് പരിശുദ്ധാത്മാവാണ് നമ്മളെ വചനം എഴുതാനായിട്ട് നമ്മളെ സഹായിക്കുന്നതെന്നൊക്കെ. അപ്പോൾ അന്ന ബൈബിൾ എഴുതുമ്പോൾ പരിശുദ്ധാത്മാവ് സഹായിക്കുകയായിരുന്നു, ഈശോ നമ്മളെ എഴുതാൻ സഹായിക്കുന്നുണ്ട്, പരിശുദ്ധ അമ്മയുടെ ഒരു തണൽ എപ്പോഴും കൂടെ ഉണ്ടായിട്ടുണ്ട്. എന്താണ് ഇന്ന് നമ്മളോട് ഒരു ഈശോയെ കുറിച്ചിട്ടുള്ള അനുഭവം അന്നയ്ക്ക് ഇന്ന് പറയാനായിട്ടുള്ളത്? ഞാൻ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിച്ച് ഞാൻ A1 A2 ഒക്കെ പാസ്സായി വന്നു. പിന്നെ B1 ഞാൻ പുറത്തു പോയി എഴുതേണ്ട പരീക്ഷയായിരുന്നു. അപ്പോൾ B1 ഇങ്ങനെ പുറത്ത് ഞാൻ എക്സാം എഴുതിയായിരുന്നു. അത് ഞാൻ റിസൾട്ട് കാത്തുക്കണ നേരത്ത് റിസൾട്ട് വരേണ്ട സമയമായി. അപ്പം ഞാൻ ബൈബിൾ എഴുതിക്കൊണ്ട് നിൽക്കുമായിരുന്നു. ഞാൻ എഴുതി ഫുൾ സ്റ്റോപ്പ് ഇട്ട വചനം എൻ്റെ വിശ്വാസം തന്നെ രക്ഷിച്ചിരിക്കണം എൻ്റെ വചനം എഴുതി ഞാൻ ഫുൾ സ്റ്റോപ്പ് ഇട്ടപ്പോഴായിരുന്നു എനിക്ക് അപ്പൻ്റെ ഫോൺ വന്നത്, റിസൾട്ട് വന്നു എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അതിൽ 2 ഫെയിലായി, 2 ഞാൻ പാസ്സായി. അപ്പം എനിക്ക് ഈ വചനം എന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ എഴുതി നിർത്തിയത് വിശ്വാസം രക്ഷിച്ചിരിക്കുന്നു. ഞാൻ ബൈബിൾ എഴുതുമ്പോൾ ഒക്കെ പറയുന്നത് എന്നെ പാസ്സാക്കണമെന്ന ആഗ്രഹം കൊണ്ടാണ് ഞാൻ എഴുതുന്നത്. പക്ഷെ ഞാൻ ആദ്യം എക്സാം ഫെയിലാവായിരുന്നു ചെയ്തത്. എനിക്കത് എന്താണെന്ന് മനസ്സിലായില്ല. അതുകൊണ്ട് ഞാൻ അത് വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ബൈബിൾ എഴുതൽ ഞാൻ നിർത്തിയില്ല. അത് കഴിഞ്ഞ് ഞാൻ നാട്ടിലേക്ക് വന്ന് ഞാൻ കുറച്ചുകൂടി സമയം സ്പെൻഡ് ചെയ്ത് എഴുതാൻ തുടങ്ങി. ഞാൻ 3-4 മണിക്കൂറൊക്കെ ഇതിന് വേണ്ടി എടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഞാൻ പരീക്ഷയ്ക്ക് പോയപ്പോൾ ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ എഴുതുന്ന വചനത്തിൻ്റെ വിശ്വാസത്തിൽ ഞാൻ പോയി എഴുതി. അന്നത്തെ എക്സാമിൽ എനിക്ക് തോന്നി ഞാൻ 100-ൽ 95% മാർക്ക് വാങ്ങിച്ചിട്ടായിരുന്നു പാസ്സായത്. അതിനുശേഷം ഞാൻ എഴുതിയ പരീക്ഷകളെല്ലാം ഞാൻ പാസ്സാവായിരുന്നു. ഞാൻ B2 പാസ്സായി, എനിക്ക് ഇൻ്റർവ്യൂ കിട്ടി, എനിക്ക് വിസ വന്നു, എല്ലാം ഒരു പ്രോബ്ലം ഇല്ലാതെ എനിക്ക് വന്നു. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഏത് വചനത്തിൻ്റെ ശക്തിയാലാണ്. കാരണം ഞാൻ കാണുന്നുണ്ട് എൻ്റെ കൂടെ പഠിക്കുന്ന പിള്ളേർക്ക് അതിൻ്റെ പോലെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും എല്ലാം ഫേസ് ചെയ്യുമ്പോൾ ഞാൻ ഒരു പ്രോബ്ലം ഇല്ലാണ്ട് അതിൽ കൂടെ സിമ്പിളായി വന്ന ആളായിരുന്നു. അപ്പോൾ ഈ പരീക്ഷ പാസ്സാവുന്ന ഒട്ടും എളുപ്പമില്ലാത്ത കാര്യമാണ്. അത് ഇത്രയും പെട്ടെന്ന് ഞാൻ പഠിച്ച് പാസ്സായിട്ടുണ്ടെങ്കിൽ ഞാൻ ഫെബ്രുവരിയിൽ കോഴ്സ് തീർത്തു, മെയ് ആകുമ്പോഴേക്കും ഞാൻ എക്സാം പാസ്സായി. എനിക്ക് തോന്നുന്നു അത് അങ്ങനെ ആർക്കും പെട്ടെന്ന് പറ്റുന്ന ഒരു സാധനമല്ല. ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ എഴുതിയ ബൈബിളിൻ്റെ ശക്തിയാലാണ്, അല്ലാതെ എൻ്റെ കൈ കൊണ്ട് എനിക്കത് ഒരിക്കലും പറ്റില്ല എന്ന് ഞാൻ ആദ്യത്തെ എക്സാം ഫെയിലായപ്പോൾ മനസ്സിലായതായിരുന്നു. ബൈബിൾ എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ എഴുതാൻ സ്റ്റാർട്ട് ചെയ്യും, പിന്നെ അത് അവസാനിക്കും. പക്ഷേ ഭാഷകൾക്ക് ഇന്ന് ജർമ്മൻ ഭാഷയിൽ ബൈബിൾ എഴുതുന്നു, എല്ലാവർക്കും മാതൃകയാക്കുന്നു. എന്താണ് ഈ സമയത്ത് ഈ യാത്രയിൽ ഉണ്ടായിരുന്ന ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്? വെല്ലുവിളി സ്വാഭാവികമായിട്ടും എൻ്റെ ഡിസ്ട്രാക്ഷൻസ് ആയിട്ടുള്ള എൻ്റെ ഫോണും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും. കാരണം എൻ്റെ ഈ പ്രായത്തിൽ എനിക്കിഷ്ടം ഫോൺ യൂസ് ചെയ്യാനായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഇത് എഴുതാതിരിക്കുമ്പോഴായിരിക്കും ഇല്ലാത്ത മെസ്സേജുകളൊക്കെ എനിക്ക് വരിക. ഇത് ഞാൻ എഴുതുന്നില്ല, എനിക്കൊരു കുഴപ്പമില്ല, എൻ്റെ ഫോൺ ഓഫായിരിക്കും. പക്ഷേ എഴുതി തുടങ്ങി എൻ്റെ ഫോണിൽ ഫുൾ മെസ്സേജും അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. കാരണം എന്നെ ഏറ്റവും കൂടുതൽ ഡിസ്ട്രാക്ട് ചെയ്തിട്ടുള്ളത് എൻ്റെ ഫോൺ തന്നെയായിരിക്കും. പിന്നെ എഴുതാതിരിക്കുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഉറക്കം വരും. ഞാൻ അത് എഴുതി ഉറങ്ങി യൂണിറ്റൊക്കെ ഉണ്ടെങ്കിൽ എഴുതാൻ ഫുൾ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഉറക്കം വരും. പക്ഷെ ആ നേരത്തൊക്കെ അമ്മയായിരുന്നു എൻ്റെ ബാക്കിൽ നിന്ന് തന്നെ. ഞാൻ ഉറങ്ങുന്നത് മനസ്സിലായി, അമ്മ വന്നിട്ട് ഓർമ്മ തട്ടും. അപ്പോൾ ഞാൻ ഉറക്കത്തിന് എണീറ്റ് ഞാൻ അങ്ങനെ എഴുതും. എനിക്ക് തോന്നുന്നു ഫോൺ വലിയൊരു ഇതായിരുന്നു എനിക്കിത് എഴുതാൻ. പിന്നെ ഫോൺ നമ്മൾ ഓഫൊക്കെ വെച്ച് കുറച്ച് ത്യാഗം എന്നോണം ഞാൻ ഇതിന്ന് എഴുതലായിരുന്നു. ഉള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു പോണേക്കാളും മുന്നേ എനിക്ക് ബൈബിൾ കംപ്ലീറ്റ് ആക്കണമെന്ന്. ഒരാഗ്രഹത്തിൽ ഫോണൊക്കെ മാറ്റി വെച്ച് കുറച്ചൊരു ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്യായിരുന്നു. ഈ യാത്രയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടീവായിട്ടുണ്ടായിരുന്നത് അന്നയുടെ കുടുംബമായിരുന്നു. കുടുംബത്തെ പറ്റി ഒന്ന് പരിചയപ്പെടുത്താമോ? എൻ്റെ പപ്പ ബാബു എന്നാണ് പേര്. അപ്പൻ ഇതുപോലെ പുറത്തായിരുന്നു, ഇപ്പം നാട്ടിൽ ബിസിനസ്സാണ്. അമ്മ ജെസ്സി, അമ്മ കാറ്റിസ് അധ്യാപികയാണ്, കാറ്റിസം പഠിപ്പിക്കും. പിന്നെ പള്ളിയിലൊക്കെ എല്ലാ ഇതിലും ആക്റ്റീവാണ് അമ്മ. പിന്നെ എനിക്ക് 3 ചേട്ടന്മാരാണുള്ളത്. പിന്നെ എനിക്കൊരു സിസ്റ്റർ ഇൻ ലോ ഉണ്ട്, ഒരു നീസ് ഉണ്ട്. എൻ്റെ ആദ്യത്തെ ചേട്ടൻ ഒരു വൈദികനാണ്, പഞ്ചാബ് ജലന്ധർ രൂപതയ്ക്ക് വേണ്ടി വർക്ക് ചെയ്യാണ്, ഫാദർ ജോസഫ് പാറേക്കാടൻ. എൻ്റെ രണ്ടാമത്തെ ചേട്ടൻ ആൻ്റണി ബാബു, ചേട്ടൻ്റെ വൈഫ് അഞ്ജു ആൻ്റണി, അവർക്കൊരു കുഞ്ഞാവയുണ്ട് എമറിൻ മറിയ ആൻ്റണി, അവർ കാനഡയിൽ സെറ്റിൽഡ് ആണ്. എൻ്റെ മൂന്നാമത്തെ ചേട്ടൻ ജിയോ ബാബു, ചേട്ടൻ UK ഇപ്പം നാട്ടിൽ വർക്ക് ചെയ്യാണ്. ഇവരായിരുന്നു എൻ്റെ ബാക്ക് ബോൺ. ഇവർ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. ഞാൻ ബൈബിൾ എഴുതി കഴിയുമ്പോഴാണെങ്കിലും എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജ് അയച്ചും ഇവരെന്നെ കൂടുതൽ ഫോൺ വഴിയാണ് കോൺടാക്ട്. എനിക്ക് എൻ്റെ അടുത്തില്ലാത്തതുകൊണ്ട് അപ്പം അമ്മയും അപ്പയും എല്ലാവരും എന്നെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ ഒരു ഇതിന്. എങ്ങനെയായിരുന്നു ജർമ്മൻ പഠിത്തവും അതുപോലെ തന്നെ ബൈബിൾ എഴുതാനുണ്ടായിട്ടുള്ള സാഹചര്യം തുടക്കമൊക്കെ? ഞാൻ +2 കഴിഞ്ഞിട്ടാണ് ജർമ്മൻ ബൈബിൾ എഴുതാതിരിക്കുന്നത്. ഞാൻ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഒരു വെക്കേഷൻ, +2 വെക്കേഷൻ 1 മാസം കഴിഞ്ഞപ്പോൾ ഞാൻ ആലുവയിലുള്ള DSails അക്കാദമിയിലോട്ട് പോയി. അവിടെയായിരുന്നു ഞാൻ എൻ്റെ ജർമ്മൻ പഠിച്ചതൊക്കെ. അപ്പോൾ അവിടെ അച്ഛൻ ഭയങ്കരമായിട്ട് ഈ ഭക്തികാരങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. നമുക്കവിടെ ജർമ്മൻ കുർബാനയും ജർമ്മൻ കൊന്തയൊക്കെ ആയിരുന്നു. അപ്പോൾ എനിക്ക്
ദൈവത്തെക്കുറിച്ചൊക്കെ ജർമ്മനിൽ ഏകദേശം അറിയാം. എനിക്ക് ഈശോനെ ജർമ്മനിൽ എന്താ പറയാന്നും മാതാവ് അതൊക്കെ എനിക്ക് ബൈബിളിൽ എഴുതുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇത് മാതാവാണ്. ആദ്യത്തെ അതൊക്കെ എഴുതുമ്പോൾ എനിക്ക് ആദ്യം അറിയില്ലായിരുന്നു. ഞാൻ വീട്ടിൽ ഫസ്റ്റ് ടൈം എഴുതുമ്പോൾ എനിക്ക് മാതാവിന് ഈശോനൊന്നും മനസ്സിലാവില്ലായിരുന്നു ഞാൻ എന്താ എഴുതണേന്ന്. അവിടെ ചെന്ന് അവിടെ ജർമ്മൻ കുർബാന ജർമ്മൻ കൊന്തയൊക്കെ കൂടുമ്പോൾ നമ്മൾ നന്മ നിറഞ്ഞു വരുമ്പോൾ ജർമ്മനിൽ ചെല്ലുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് മാതാവിനെ മനസ്സിലാവും. അങ്ങനെ കുറേ ഭക്തി മാർഗമായിട്ടുള്ള കുറേ വാക്കുകൾ നമുക്ക് കിട്ടും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഞാൻ ജർമ്മൻ, കാരണം A1 എന്ന് പറയുമ്പോൾ നമ്മൾ ജർമ്മൻ അത്ര പഠിച്ചിട്ടുണ്ടാവില്ല. അപ്പം ഇങ്ങനത്തെ ഓരോ വാക്കുകളായിരുന്നു എനിക്ക് ആദ്യം മനസ്സിലായിരുന്നേ. അപ്പം അവിടെ അതുപോലെ അച്ഛനായിരുന്നു എനിക്ക് ബൈബിൾ തന്നത് പിന്നെ എഴുതാനായിട്ട്. എനിക്ക് ഫോൺ നോക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് ഞാൻ എനിക്ക് ഭയങ്കര ഡിസ്ട്രാക്ഷൻ ആവുന്നതുകൊണ്ട് എനിക്ക് അച്ഛനാണ് ഞാൻ ചോദിച്ചപ്പോൾ തന്നെ അച്ഛൻ എനിക്ക് ഒരു ബൈബിൾ എടുത്ത് തന്ന് അച്ഛൻ്റെ പേഴ്സണൽ ബൈബിൾ വന്നിട്ടായിരുന്നു. ഞാനത് സ്വന്തമായിട്ട് ഹോസ്റ്റലിലേക്ക് കൊണ്ടുപോയി ഇയാൾ സ്വന്തമായിട്ട് തന്നു ഹോസ്റ്റലിലോട്ട്. അങ്ങനെ ഹോസ്റ്റലിൽ വന്നിട്ടായിരുന്നു ഞാനത് നോക്കിയൊക്കെ എഴുതിയിരുന്നത്. ജെസ്സി ആൻറ്റി ഒരു സൺഡേ സ്കൂൾ അധ്യാപികയാണ്. ഏറ്റവും കൂടുതൽ എന്നെ ഇൻസ്പയർ ചെയ്തത് ആൻറ്റിയിൽ നിന്ന് തന്നെയാണ്. അന്ന അത് പറഞ്ഞു കഴിഞ്ഞു. എന്താണ് ആൻറ്റി അവളെ ഇൻസ്പയർഡ് ആവാനായിട്ടുണ്ടായ ഒരു കാരണം? മോള് +2 പഠിക്കുന്ന വരെ നീറ്റ് എഴുതണം, ഡോക്ടർ ആവണം എന്നൊക്കെയായിരുന്നു ആഗ്രഹം. പക്ഷേ അതിനുള്ള എൻട്രൻസിനൊക്കെ അവൾ പോയിരുന്നു. ഡിസംബറിലെ എക്സാം കഴിഞ്ഞതോടുകൂടി പറഞ്ഞു, അമ്മ എനിക്ക് നീറ്റ് എനിക്ക് കിട്ടില്ല, അത്ര ഭയങ്കര ടഫാണ്, എനിക്ക് പറ്റില്ല. അപ്പോൾ വേണ്ട, നിനക്ക് ഇഷ്ടമുള്ളത് നീ തിരഞ്ഞെടുത്തോളെന്ന് പറഞ്ഞു. അങ്ങനെയാണ് +2 കഴിഞ്ഞോട് കൂടിയിട്ടാണ് മാതാവി വിമൽ ഹൃദയ പ്രതിഷ്ഠ എന്നൊരു പുസ്തകം ഉൾക്കാരോ കൊടുത്തു. അപ്പോൾ ഞാൻ പറഞ്ഞു, മോൾ പ്രാർത്ഥിക്കുക എന്താണ് ആവേണ്ടതെന്നുള്ളത് ഈശോ നമുക്ക് കാണിച്ചു തരുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് വായിച്ചുകൊണ്ടിരിക്കലാണ് ഇങ്ങനെ ഒരു ഇത് അവൾക്ക് വന്ന. ഈ മൊബൈലിൽ തന്നെയാണ് വന്നത്. ഇങ്ങനെ ജർമ്മനിയിൽ പോയിട്ട് നഴ്സിംഗ് പഠിക്കാൻ ജർമ്മൻ ഭാഷ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ അവൾ പറഞ്ഞു. അപ്പോൾ ഞാൻ അന്വേഷിച്ചപ്പോൾ ജർമ്മൻ ഭാഷ പഠിക്കണമെങ്കിൽ ഭയങ്കര ടഫാണ്, പെട്ടെന്നൊന്നും പാസ്സാവില്ല എന്നുള്ളൊരു അറിവ് എനിക്ക് ലഭിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു മോളോട്, മോളെ ഇത് പഠിച്ച് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആകെ ഒരൊറ്റ മാർഗ്ഗം ഞാൻ കണ്ടുള്ളൂ, വചനം എഴുതിക്കോ. ജർമ്മൻ ഭാഷയിൽ വചനം എഴുതി കഴിഞ്ഞാൽ ഈശോ ഇടപെടും, അത് അമ്മയ്ക്ക് ഷുവർ 100-ൽ 150% ഉറപ്പാണെന്ന് പറഞ്ഞു. അപ്പോൾ അവൾ ജർമ്മൻ ഭാഷയിൽ ബൈബിൾ എഴുതേ എന്ന് പറഞ്ഞപ്പോൾ അവൾക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, നിനക്ക് ജയിക്കണം എന്നുണ്ടോ പോകണമെന്നുണ്ടോ എഴുതിക്കോ, അപ്പോൾ അത് ഈശോ അവിടെ ഇടപെടും എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഏപ്രിൽ ഒരു മാസം വെക്കേഷൻ ഉണ്ടായുള്ളൂ +2 കഴിഞ്ഞിട്ട്. മെയ് 1-ാം തീയതി ഈ DSALS അക്കാഡമിയിൽ അവൾക്ക് ക്ലാസ് തുടങ്ങുകയാണ്. അപ്പോൾ ഏപ്രിൽ മാസത്തിൽ ഞാൻ പറഞ്ഞു, മോളെ എഴുതുന്നുണ്ട്. ഞാൻ വേഗം ഇവിടെ ഞങ്ങൾക്ക് തൃശ്ശൂർ ബൈബിൾ പ്രേക്ഷിതത്വം എന്നിട്ടൊരു ഇതാണ്, അതുകൊണ്ട് ഞാനും എഴുതിയത്. അവിടെ നമുക്കൊരു ബണ്ടിൽ എഴുതാനുള്ള പേപ്പർ കിട്ടും. അപ്പോൾ ആ പേപ്പർ പോയി വാങ്ങിച്ചു, പേന വാങ്ങിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, നീ എഴുത്, നിനക്ക് നിൻ്റെ വിജയം ഉറപ്പാക്കണം എന്നുണ്ടെങ്കിൽ വചനം എഴുതിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് നല്ല വിശ്വാസം ഉണ്ടായിരുന്നു. വചനം എന്ന് പറയുന്നത് അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഉറവിടാണ്. എത്രയൊക്കെ പറഞ്ഞാലും എത്ര മോശമായ രീതിയിലായാലും വചനത്തിൽ കൂടെ നേരിലായിട്ട് വരാൻ നമുക്ക് പറ്റും. പ്രത്യേകിച്ച് പുറത്തൊക്കെ പോയി പഠിക്കണതാണ്. അപ്പം നമ്മുടെ ഇത്ര നാൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നിട്ട് പുറത്ത് പോയിട്ട് പഠിക്കുമ്പോൾ അവിടെ ഒരു തരത്തിലും സാത്താൻ്റെ ബന്ധനത്തിൽ വീഴരുത്. അതിന് ഏറ്റവും വലിയ ശക്തിയാണ് വചനം. അങ്ങനെയാണ് മോളെ അവൾക്ക് വലിയ ഇഷ്ടമൊന്നും ഉണ്ടായിരുന്നില്ല എഴുതാൻ. നിർബന്ധിക്കും ഞാൻ. മൊബൈൽ ഈ പ്രായത്തിൽ അവരെ കുറ്റം പറയാൻ പറ്റില്ല. ഈ പ്രായത്തിൽ മൊബൈൽ ആകെ +2 എക്സാം കഴിഞ്ഞിട്ട് പിന്നെ മൊബൈൽ നോക്കാൻ കിട്ടുന്നൊരു അവസരമല്ലേ. ഞാൻ പറഞ്ഞു, കുറച്ച് സമയം നീ ഇത് എഴുതിയേ പറ്റൂ, നിനക്ക് ജർമ്മൻ ഭാഷ പഠിച്ച് പാസ്സാവണമെന്നുണ്ടെങ്കിൽ നീ ഇത് എഴുതണം എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങിയത്. പിന്നെ അതങ്ങോട്ട് അവൾ കംപ്ലീറ്റ്. ഞാൻ അവിടെ വെച്ച് പഠിക്കുമ്പോൾ ഞാൻ ഫോൺ ചെയ്യുമ്പോൾ ചോദിക്കും, ഇന്ന് എഴുതിയാന്ന് ചോദിക്കും. ഇന്ന് എഴുതിയാമ്മേ ശരിക്കും എഴുതിയാ, ഒത്തിരി എഴുതിയുള്ളൂ എന്നൊക്കെ പറയും. ഇവിടെ വന്ന് അവിടുത്തെ കോഴ്സ് കഴിഞ്ഞോട് വന്നപ്പോൾ ഞാൻ അതൊക്കെ പെട്ടെന്ന് കംപ്ലീറ്റ് ആക്കണം, എനിക്കൊരാഗ്രഹം. അപ്പോൾ ഇവളുടെ മറ്റ് B2 ലെവൽ പാസ്സാവണോ, ഇൻ്റർവ്യൂ പാസ്സാവണോ, ഇതൊക്കെ തമ്പുരാൻ്റെ കൃപയാണ്. അപ്പോൾ നമുക്കിതിനൊക്കെ സഹായിച്ചത് അവിടുത്തെ ഫാദറാണ്. ഫാദറിനൊരു ഗിഫ്റ്റായിട്ട് ഇത് നീ കൊടുക്കണം, അതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ അപ്പോൾ ഇത്രയും ഫേമസ് എന്നാവുന്നത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. വചനം എഴുതി ലാസ്റ്റ് ഞങ്ങൾക്ക് പാരൻസിൻ്റെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞത് ഗിഫ്റ്റായിട്ട് അച്ഛന് കൊടുക്കണം എന്നിട്ട് ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഒരിക്കലും ഇങ്ങനെ ഇത്ര വലിയൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇത്രയും ഫേമസ് ആവേണ്ട ഒരു കാര്യം എനിക്ക് തോന്നിയില്ല. പക്ഷെ അച്ഛൻ അത് വാങ്ങിച്ച് വെച്ചു. പക്ഷെ അച്ഛൻ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. പിന്നെ 2 ദിവസം കഴിയുമ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് നിസ്സാര കാര്യമല്ല. അച്ഛൻ പറഞ്ഞു, ഇത് നിസ്സാര കാര്യമല്ല, നിങ്ങളെ ഓണർ ചെയ്യണം, അന്നാമറിനെ ഓണർ ചെയ്യണം, നിങ്ങളെ പാരൻസായിട്ട് വരണം എന്ന് ഞങ്ങളെ അക്കാഡമിയിലേക്ക് വിളിച്ച് എല്ലാവരുടെ മുമ്പിൽ വെച്ചിട്ട് ഞങ്ങളെ നന്നായിട്ട് ആദരിച്ചു അച്ഛൻ. അപ്പോഴാണ് ഇതിപ്പോൾ ഇത് മീഡിയയിലൊക്കെ വരാൻ കാരണം
അങ്ങനെ ഒരു ഇത് വന്ന കാരണമാണ്. അപ്പോൾ അതറിഞ്ഞപ്പോൾ ഇടവക തലത്തിൽ വലിയച്ഛനും കൊച്ചച്ഛനും പറഞ്ഞു അവിടെ ഇതാക്കിയപ്പോൾ പോരാ, മറ്റു കുട്ടികൾക്കൊരു ഇൻസ്പിറേഷനാണ്, ജന്മം പഠിക്കുന്ന കുട്ടികൾക്കൊരു ഇൻസ്പിറേഷനാണ്. അപ്പോൾ അത് ഇവിടെയും നമുക്ക് ആദരിക്കണം. കഴിഞ്ഞ സൺഡേ ഈ ഇടവകയിൽ മോളെ നന്നായിട്ട് ആദരിച്ചു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഇവിടുന്ന് ഗുഡ്നസിൻ്റെ ഇതാണ്. അപ്പോൾ ഇത് നമ്മൾ അത്ര പ്രതീക്ഷയില്ല, പക്ഷെ വചനത്തിൻ്റെ മുമ്പിൽ ദൈവം എത്രമാത്രം നമ്മൾ ഉയർത്തുന്നുള്ളത് ഈ ഒരു സംഭവത്തിൽ കൂടെ മക്കൾക്കും അവൾക്കും വിശ്വാസത്തിൽ വന്നു. ഇപ്പോൾ അപ്പയിലും ബ്രദേഴ്സൊക്കെ ആണെങ്കിലും അവരൊന്നും ഇത്രയും വിചാരിച്ചിട്ടില്ല. പക്ഷേ ഇത് മറ്റുള്ളവരിങ്ങനെ പറഞ്ഞപ്പോഴാണ് ഇത്രയും ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ശക്തി ശരിക്കും ഇപ്പോഴാണ് എൻ്റെ കുടുംബത്തിൽ ഇവർ മനസ്സിലാക്കുന്നത്. ജെസ്സി ആൻറ്റി ഓൾറെഡി മലയാളം ബൈബിൾ മുഴുവനായിട്ട് എഴുതിയിട്ടുണ്ട്. അത് എഴുതാനുണ്ടായിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു? അത് ഞങ്ങൾക്ക് ഈ തൃശ്ശൂർ രൂപതയിൽ മാതൃവേദി എന്ന ഒരു സംഘടന ഉണ്ടല്ലോ, അവിടെ ഞങ്ങളോട് കഴിഞ്ഞ 2024 പറ്റാവുന്ന എല്ലാ അമ്മമാരും ബൈബിള് എഴുതണം എന്നും പറഞ്ഞിട്ട് ഒരു നിർദ്ദേശം രൂപതയിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടി. അപ്പോൾ എനിക്ക് വചനത്തിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വചനം വായിക്കുക, ഒരു ലോഗോസ് അതിലൊക്കെ പങ്കെടുക്കുക, ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യം. വചനത്തോട് എനിക്ക് പണ്ട് മുതലേ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു എഴുതണം, അത് എഴുതാവുന്നതല്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ എഴുതിയപ്പോൾ കുറേ തടസ്സങ്ങൾ വന്നു. വചനം എഴുതിക്കൊണ്ടിരിക്കലാണ് ഞങ്ങളുടെ വീട് കത്തുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായി. ഇപ്പോൾ കാണുന്ന വീടല്ലായിരുന്നു, ഷോർട്ട് സർക്യൂട്ട് കൊണ്ട് വീട് കത്തി. പക്ഷേ ഈ വചനം എഴുതുന്ന പേജും ഇതും ഞാൻ അവിടെ കവറിലാക്കി എഴുതി കഴിയുമ്പോൾ വെച്ചിട്ട് പുറത്തേക്ക് പോയതാണ്. പക്ഷേ അതിനൊരു കേടുപാടും വന്നില്ല. എന്നിട്ട് പിന്നെ ഞാൻ ഞങ്ങൾക്ക് ജൂലൈയിൽ തുടങ്ങി ഡിസംബറിൽ കംപ്ലീറ്റ് ആക്കണം എന്നുള്ള ഒരു ടാർഗറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ വീട് കത്തിയെങ്കിലും ആ ഒരു ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അത് ഡിസംബറിന് മുൻപ് എഴുതി തീർത്തു. അത് ഞങ്ങളെ തൃശ്ശൂർ ഉപതലത്തെ കുറേ അമ്മമാരെ എഴുതി അന്ന് ഞങ്ങളെല്ലാവരെയും അവിടെ ആദരിച്ചു. അപ്പോൾ നമ്മൾക്ക് വചനത്തിൻ്റെ ശക്തി നമുക്കത് ഇത്രയും വലിയൊരു അപകടത്തിൽ നിന്നാണ് ഞങ്ങളെ രക്ഷപ്പെടുന്നത്. ഞാനിവിടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ ഞാനും കത്തിപ്പോകേണ്ട ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷേ മാതാവ് പുറത്തേക്ക് പോകേണ്ട ഒരു ഞാൻ പോയി. അപ്പോഴാണ് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല, അപ്പോഴാണ് വീട് കത്തുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് മനസ്സിലാവുന്നത് നമ്മളെല്ലാവരും വന്ന് പോലീസും ഫയർഫോഴ്സൊക്കെ വന്നപ്പോൾ പറഞ്ഞാൽ വീട്ടിലാളുണ്ടെങ്കിൽ അവർ ശരിക്കും പെട്ടെന്ന് പോകുകയും ഇതൊക്കെ വരുമ്പോഴേ. അപ്പോൾ അതിൽ നിന്ന് ദൈവം നമ്മളെ പലതരത്തിലും നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. എൻ്റെ മോള് 2.5 വയസ്സുള്ളപ്പോൾ ടെറസിൻ്റെ മുകളിൽ നിന്ന് വീണിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെ ഒരു പോറൽ പോലും ഇല്ലാതെ രക്ഷിച്ചത് തമ്പുരാൻ്റെ കൃപയാണ്. അപ്പോൾ ഞാൻ ചെറുപ്പം മുതലേ ഞാൻ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ അതിൽ മായം ചേർക്കാൻ ഞാൻ താല്പര്യപ്പെടില്ല. അപ്പോൾ കാറ്റിസം 15 വർഷമായി മുടങ്ങാണ്ട് പോയിട്ട് 12 വർഷം മുടങ്ങാണ്ട് പോയി അവൾ രൂപതയെ സമ്മാനം മേടിച്ചു. ഞാനും കാറ്റിസം ടീച്ചർ എന്ന നിലയിൽ മുടങ്ങാതെ പോയിട്ട് ഞാനും സമ്മാനം വാങ്ങിച്ചു കണ്ടിന്യൂസ് ആയിട്ട്. നമുക്ക് ജീവിതത്തിൽ പല ഇപ്പോൾ കുറേ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ കാറ്റിസം കഴിഞ്ഞിട്ടേ മറ്റെന്തുള്ളൂ എന്നുള്ള ഒരു അത് മക്കളെയും അങ്ങനെ വളർത്തി ഇവരെല്ലാവരും വിശ്വാസത്തിൽ വളർത്താൻ സാധിച്ചു. അത് ആ വിശ്വാസം ഉള്ളിൽ നമുക്കത്രയും സാന്നിധ്യം, ദൈവത്തിൻ്റെ ഈശോൻ്റെ സാന്നിധ്യം ശരിക്കും അനുഭവിച്ച് അറിഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ആ ഒരു കാര്യത്തിൽ ഒരു തരത്തിലും ഞാൻ ഇവരൊക്കെ ആൺമക്കൾ നമുക്കറിയാം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ പിള്ളേരൊക്കെ പറയുമ്പോൾ വിശുദ്ധ കുർബാനയ്ക്ക് പോകാമെന്നൊക്കെ പറയുമ്പോൾ അത്ര സുഖമുള്ള കാര്യമില്ല. പക്ഷേ ഞാൻ നിർബന്ധം പറയും, വിശുദ്ധ കുർബാനയില്ലാതെ ഒരു ദിവസം തുടങ്ങില്ല അവിടെ. അപ്പച്ചനും മക്കളും എല്ലാവരും വിശുദ്ധ കുർബാനയ്ക്ക് വരണം. അപ്പോൾ മോൻ കളിയൊക്കെ ഉണ്ടാകുമ്പോഴേ ഫുട്ബോൾ കളിയൊക്കെ ആകുമ്പോൾ പുലർച്ചയും അങ്ങനെയുള്ള കളികൾ വരുമ്പോൾ ഉറക്കത്തിൽ പെട്ടിട്ട് രാവിലെ കുർബാനയ്ക്ക് എണീക്കാൻ വരും. അപ്പോൾ ഒരു ദിവസമൊക്കെ ഞാൻ പറയും പറ്റില്ല കുർബാനയ്ക്ക് വരണം എന്ന് പറയും. കളിന് കണ്ടോ, പക്ഷെ കുർബാന കളഞ്ഞിട്ടുള്ള കളി വേണ്ടാന്ന് പറയും. അപ്പോൾ ഇപ്പോഴത്തെ തലമുറയിൽ അത് ഇതാവില്ല. പക്ഷേ ഒരു ദിവസം അങ്ങനെ കുർബാനയ്ക്ക് വന്നില്ലെങ്കിൽ ഞാൻ ഭക്ഷണം കൊടുക്കില്ല, ഭക്ഷണം നിനക്കില്ല എന്ന് പറയും. അങ്ങനെ 2 ദിവസമൊക്കെ പട്ടിണി കിടക്കുമ്പോൾ തന്നെ വരും. അങ്ങനെ 4 മക്കളെയും വിശ്വാസത്തിൽ വൈദികനായാലും മറ്റു മക്കളൊക്കെ വിശുദ്ധ കുർബാന, വചനം, അത് ജീവിതത്തിൻ്റെ അതിൻ്റെ ആ ഒരു അനുഗ്രഹം ഈ കുടുംബത്തിൽ അത്രമാത്രം ദൈവം തന്നുകൊണ്ടിരിക്കുന്നു, തന്നിട്ടുമുണ്ട്, ഇനിയും തരും എന്നുള്ള പ്രതീക്ഷയിലാണ്. വലിയ വലിയ അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, കാർ ആക്സിഡൻറ്റ്, അതുപോലെ മരണപ്പെടേണ്ട എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും തമ്പുരാൻ നമ്മളെ കൈപിടിച്ചുയർത്തുന്ന ഒരു അനുഭവം കുടുംബത്തിനുണ്ട്. അപ്പോൾ എല്ലാവർക്കും അത് വിശ്വാസത്തിൽ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. ആൻറ്റി പറയുകയുണ്ടായി വിശുദ്ധ കുർബാന മുടങ്ങാതെ കാണണം, ഇല്ലെങ്കിൽ ഭക്ഷണം കൊടുക്കില്ല എന്നുള്ള ഒരു കാര്യം വരെ ആൻറ്റി പറയുകയുണ്ടായി. എന്താണ് നിങ്ങളെ വിശുദ്ധ കുർബാന കാണാനും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാനും അങ്കിള് ഇന്ന് ഈ കുടുംബത്തിന് നൽകുന്ന ഒരു പ്രചോദനം?
ഞാനിപ്പോൾ നമ്മുടെ ഇവിടെ കുടുംബനാഥൻ എന്നുള്ള നിലയ്ക്ക് നമുക്ക് കുടുംബം നോക്കാനൊക്കെ ആയിട്ട് പുറത്ത് ഞാൻ അധികം ഔട്ട് ഓഫ് ഇന്ത്യ ആയിരുന്നു ഞാൻ വർക്ക് ചെയ്തിരുന്നു മുഴുവൻ. അപ്പോൾ നമുക്ക് ഈ പള്ളിയിൽ കുർബാന കാണലോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും നമുക്ക് അങ്ങനെ സാധാരണ നടക്കാറില്ല. പക്ഷേ അതൊക്കെ പിന്നീട് ഞാൻ കഴിഞ്ഞ ഒരു 10-15 കൊല്ലത്തിന് ശേഷം ഞാൻ നാട്ടിൽ തിരിച്ചു വന്നപ്പോഴും എനിക്കിപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള ആത്മീയതയൊക്കെ അങ്ങനെ വല്ലാണ്ട് അടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ പിന്നീട് നമുക്ക് പല ഇപ്പോൾ ഓരോ ഇൻസിഡൻസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാകുമ്പോൾ നമ്മൾ കുറേയും കൂടിയും ഇപ്പോൾ ആളും പിന്നെയെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ പുറത്തായതുകൊണ്ട് ഇപ്പോൾ മക്കൾക്ക് വേണ്ടിയിട്ടുള്ള കുർബാനകൾ ചിലപ്പോൾ 2-3 കുർബാനയൊക്കെ ചിലപ്പോൾ ഒരു ദിവസം കാണും. അപ്പോൾ ഞാൻ ചിലപ്പോൾ ഇതൊക്കെ ചോദിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ചെയ്തു എന്തിനീ 2 കുർബാന 3 കുർബാനയൊക്കെ കാണുന്നത്. അപ്പോൾ അവനവിടെ പോയി നിന്ന് കുർബാന കാണാൻ പറ്റില്ലല്ലോ, ആ ഒരു കുർബാന അവന് വേണ്ടിയിട്ട് ഞാൻ കാണും അങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പോൾ പിന്നീട് ഞാനും ഇപ്പോൾ എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ സ്ഥിരം പോകാറുണ്ട്. ഡെയിലി ഞാൻ എന്തായാലും ഒരു ദിവസം പോലും പോകാതിരിക്കില്ല. അപ്പോൾ അതൊക്കെ നമുക്ക് വളരെ ഇതാണ്, നല്ലൊരു കാര്യമാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുർബാന കണ്ടിട്ട് ഇറങ്ങുമ്പോൾ നമുക്ക് അന്നത്തെ ഒരു ദിവസം നമ്മൾ വിചാരിക്കുന്നതിലും ചിലപ്പോൾ വളരെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ നടത്തി തന്നു നമുക്ക് ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം കിട്ടുന്നുണ്ട്. അതുമാതിരി തന്നെ ആക്സിഡൻറ്റ് ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ആക്സിഡൻ്റൊക്കെ കണ്ടിട്ട് അവർ പറഞ്ഞത് ഇതിൽ ആൾക്കാർ ആരെങ്കിലും മരിക്കാണ്ടിരിക്കില്ല എന്നൊക്കെയാണ് കണ്ടവർ പറഞ്ഞത്. പക്ഷേ ഞങ്ങൾക്ക് ആകെ നെറ്റിയും ഒരു പൊട്ടൽ എനിക്കുണ്ടായി. പിന്നെ അവർക്ക് എന്തോ അങ്ങനെ ചെറിയ ഒരു ചെറിയൊരു അപകടങ്ങൾ മാത്രമാണ്. അപ്പോൾ അതൊക്കെ വലിയൊരു അപകടത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ടു. അപ്പോൾ ഞങ്ങൾ സ്വാഭാവികമായിട്ട് തന്നെ ഇതിങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ സ്വയം ഇതിലേക്ക് പിന്നെ മാറണം. പിന്നെ പ്രത്യേകിച്ച് മോൻ ഒരു വൈദികൻ എന്ന് പറയുമ്പോൾ നമ്മൾ വെറുതെ മോൻ വൈദികനായതുകൊണ്ട് കാര്യമില്ല, നമ്മുടെ പ്രാർത്ഥനകളും അവന് പിന്നെ എപ്പോഴും വേണമല്ലോ. അപ്പോൾ അതുകൊണ്ടും പിന്നെ നമ്മൾ കൂടുതൽ ആ ഫീൽഡിലേക്ക് നമ്മൾ കടന്നു. അപ്പോൾ എപ്പോഴും കുർബാനയ്ക്ക് പോക്കും. ഇപ്പോൾ ആരായാലും ഇപ്പോൾ മക്കൾ അവനായാലും ഇപ്പോൾ അങ്ങനെ ഈ പറഞ്ഞ മാതിരി വർക്കൊക്കെ ഈ പ്രായത്തിൻ്റെ ഒരു ഇതിലുണ്ടാവും. പക്ഷെ എന്നാലും അവൻ പിന്നെ കാലത്ത് പറ്റിയില്ലെങ്കിൽ ഉച്ചരിഞ്ഞെങ്കിലും ഒരു കുർബാനയ്ക്ക് ഏതെങ്കിലും പോവും. അങ്ങനെ അത് വലിയൊരു എഫക്റ്റ് തന്നെയാണ് ഞങ്ങളെ സംബന്ധിച്ചിട്ട്. ഇപ്പോൾ ഇവളിതൊക്കെ എഴുതി ഇവൾക്കത് ചെയ്യാൻ പറ്റി. ആദ്യമൊക്കെ ഇവൾക്കും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴത്തെ പ്രായത്തിലെ കുട്ടികൾക്കൊന്നും ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നതല്ല. അപ്പോൾ അമ്മയുടെ ഒരു നിർബന്ധത്തിനാണ് എഴുതിയത്. പിന്നെ പക്ഷേ അത് ആൾക്ക് തന്നെ പിന്നീട് അത് കണ്ടിന്യൂ ചെയ്യണം എന്ന് പറഞ്ഞു. കാരണം ഓരോ പരീക്ഷകളും പാസ്സായി അവൾ വിചാരിച്ചാലും കൂടുതൽ ഇങ്ങനെ പാസ്സായി വരണം. അവളുടെ കൂടെ പഠിച്ചിരുന്ന കുട്ടികൾ അവളെക്കാളും ബ്രൈറ്റായിട്ട് കുട്ടികൾ അങ്ങനെ പാസ്സാകുന്നില്ല. അപ്പോൾ ഇവള് പാസ്സാകുമ്പോൾ ഞാൻ പാസ്സായില്ല ഇവൾക്ക് തോന്നുമ്പോൾ അപ്പോൾ അത് ഞാൻ എഴുതിയ എൻ്റെ ഒരു ഞാൻ ഇത് എഴുതുന്നത് കൊണ്ടും അല്ലെങ്കിൽ അമ്മയുടെ പ്രാർത്ഥന അല്ലെങ്കിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൊണ്ടും ഇതൊക്കെയാണ് വരണമെന്ന് തോന്നിയപ്പോൾ അവളും ഇതിന് കൂടുതൽ ഇതെടുത്തു. അങ്ങനെ ഇതെഴുതി സത്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ ഞാൻ പറഞ്ഞില്ലേ ഹാപ്പിയാണ്. ഞങ്ങളുടെ ലൈഫൊക്കെ പോകുന്നത് വളരെ ഹാപ്പിയാണ്. അത് ദൈവത്തിൻ്റെ ഒറ്റ കൃപയാൽ മാത്രം തന്നെയാണ്. ജെസി ആൻറ്റി ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ നിർബന്ധിക്കുന്നുണ്ട്. നമ്മൾ ആസ് എ യൂത്ത് എന്ന നിലയിൽ നമുക്ക് എല്ലാ ദിവസവും പള്ളിയിൽ പോകാൻ പറ്റില്ല. ജോലിക്ക് പോകുന്നു, മടി വരുന്നു, ഫോൺ ഉണ്ടായിരിക്കും, അതൊക്കെ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളാണ്. എങ്ങനെയാണ് ഈ സാഹചര്യങ്ങളൊക്കെ മറികടന്ന് നമ്മുടെ കുടുംബം ഇന്നിപ്പോൾ നമ്മുടെ ഫാമിലിനെ ഒന്ന് നോക്കുമ്പോൾ ഒരാൾ മാത്രമല്ല 2 പേര് ബൈബിൾ എഴുതി കേരള കത്തോലിക്ക സഭയ്ക്കും നമ്മുടെ നാടിന് തന്നെ മാതൃകയായിരിക്കുകയാണ്. അപ്പോൾ ചേട്ടൻ എന്നുള്ള നിലയിൽ എന്താണെന്ന് പറയാനുള്ളത്? ഇതുപോലെ ചെറുപ്പത്തിൽ കുർബാനയ്ക്കൊക്കെ പോകാൻ നിർബന്ധിക്കുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കേസായിരുന്നു. കാരണം നമ്മുടെ ഫ്രണ്ട്സൊന്നും ആരും വരുന്നില്ല. അപ്പോൾ രാവിലെ നേരത്തെ എനിക്ക് പോകും വേണം. അപ്പോൾ പിന്നെ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ ഓൾട്ടർ ബോയ്സ് അങ്ങനത്തെ സംഘടനകളിലൊക്കെ ചേർന്നപ്പോൾ പള്ളിക്ക് പോകണത് കുർബാനയുടെ ഉപരി സംഘടനാപരമായിട്ട് പള്ളിയോട് ചേർന്ന് നിൽക്കുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യമായിരുന്നു. പള്ളിക്കാരായിട്ട് എല്ലാവരോട് വർത്താനം പറയും. അങ്ങനത്തെ രീതി കുർബാനയൊക്കെ അപ്പോഴും സെക്കൻഡറി പോലെയായിരുന്നു. പള്ളിക്ക് പോവും, എന്നാലും കുർബാനയുള്ള തീഷ്ണതയ്ക്ക് വളരെ കുറവായിരുന്നു. പിന്നെ അതിനുശേഷം പോയി അറിയാണ്ട് തന്നെ നമ്മൾ ട്രാക്കിൽ വീണു കുർബാനയുടെ. പിന്നെ കുർബാന നാട്ടിലുള്ളപ്പോൾ ഡെയിലി കാണും. ഞാൻ ഇപ്പോൾ ലാസ്റ്റ് ഒരു 5 year ആയിട്ട് ലണ്ടനിലായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് ഡെയിലി പോലെ പ്രാക്ടിക്കലി പോസിബിൾ അല്ല. അപ്പോൾ ഫ്രൈഡേസും സൺഡേസും ആണെങ്കിൽ മലയാളം കുർബാനയും നമുക്ക് ലീവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ മാക്സിമം പോകാൻ ശ്രമിക്കും. അതിപ്പോൾ പണ്ട് വീട്ടുകാർ നിർബന്ധിക്കുകയായിരുന്നു. ഇപ്പം അങ്ങനെ അവർ നിർബന്ധിക്കാറില്ല. കാരണം നമ്മൾ തന്നെ അറിയാണ്ട് കുർബാനയ്ക്ക് തന്നെ പോകാനുള്ള ഇഷ്ടത്തിലായി തുടങ്ങി. പിന്നെ അതുകൊണ്ട് ഇപ്പോൾ നാട്ടിൽ വന്നപ്പോഴും സ്ഥിരം കുർബാനയ്ക്ക് പോകാനൊക്കെ മാക്സിമം ശ്രമിക്കും. പിന്നെ കഴിഞ്ഞ വേൾഡ് കപ്പും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ലേറ്റായിട്ട് കളികളൊക്കെ ഉണ്ടായിരുന്നപ്പോഴാണ് പിന്നെ രാവിലെ എണീക്കേണ്ട അമ്മ ആദ്യം ചോദിക്കും എന്താ കുർബാനയ്ക്ക് വരാണ്ടിരുന്നതെന്നൊക്കെ. അപ്പോൾ വലിയ പ്ലാൻ ചെയ്തിട്ടുണ്ട്, വൈകുന്നേരത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട്. കാരണം കളികളുടെ സമയത്തൊക്കെ അനുസരിച്ച്. അപ്പോൾ വൈകുന്നേരമായിരുന്നു ഒരു ദിവസം കുർബാന എന്തായാലും കാണും. അതിൻ്റെ ശക്തി അനുഭവിച്ചു. അതുകൊണ്ടാണ് അങ്ങനെ തോന്നണത്. അനിയത്തിയും ബൈബിൾ എഴുതിയതിന് ഭയങ്കര സന്തോഷമാണ്. കാരണം അവർ ചെയ്ത പ്രവൃത്തിയിൽ അനുഭവിക്കുന്നത് ഞങ്ങളും കൂടിയാണ് നല്ല കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് വളരെ സന്തോഷം. നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ അനുഭവങ്ങളും ഞങ്ങൾക്ക് പ്രചോദനകരമാണ്. വിലയേറിയാൽ നിങ്ങളുടെ സമയം ഞങ്ങൾക്ക് നൽകിയതിന് ഒത്തിരി സ്നേഹത്തോടു കൂടി നന്ദി പറയുകയാണ്. ഇനിയും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബവും ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധ പ്രാർത്ഥന മംഗളാശംസകളും നേരുന്നു. താങ്ക് യു.